നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ ഡ്രിബ്ലിങ്ങുകളെ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച മഹാരഥന്മാരുണ്ടായിരുന്നു. ലിയോ മെസ്സി വിസ്മയിപ്പിച്ച കാലം, നെയ്മർ ജൂനിയറുടെ ഡ്രിബ്ലിംഗ് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാക്ഷാൽ റൊണാൾഡിനോയുടെ മാന്ത്രിക നീക്കങ്ങൾ, എത്ര മനോഹരമായ ഡ്രിബ്ലിങ്ങുകൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒരുപാട് വമ്പൻ താരങ്ങളെയും മഹാരഥന്മാരായ താരങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സീസണിൽ ഡ്രിബ്ലിങ്ങുകൾ കൊണ്ട് ഒരാൾ അത്ഭുതപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രം അനദർ പ്ലാനറ്റ് എന്ന് പറയേണ്ട രൂപത്തിലുള്ള പെർഫോമൻസാണ് ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവൻ 9 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. ആർക്കെതിരെ? എഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ, ഏതെങ്കിലും കുഞ്ഞൻ ടീമിനെതിരെ അല്ല. സോ ലാമിനെ യമാൽ മെസ്സിയുടെ വഴിയെ, നെയ്മറുടെ വഴിയെ, റൊണാൾഡിനോയുടെ വഴിയെ മാന്ത്രിക സ്പർശങ്ങളുമായി ക്യാമ്പ് നൗവിനെ തൊട്ടുണർത്തുകയാണ്. മാത്രമല്ല, ഈ സീസണിലെ ഡ്രിബ്ലിങ്ങുകൾ കണക്കുകൾ, സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ ലലീഗയിൽ ആദ്യ 3 സ്ഥാനത്ത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 1-ാം സ്ഥാനത്ത് ലാമിനെ യമാലാണ്. 60 ഡ്രിബ്ലിങ്ങുകൾ, 60 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ. മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിൾസ് ഇൻ ലാലിഗ ദിസ് സീസൺ, ലാമിൻ യമാൽ 60. രണ്ടാമതോ കിലിയൻ എംബാപ്പയാണ്. എത്ര പുറകിലാണ് എംബാപ്പെ നോക്കണം. 40, 50 ഒന്നുമല്ല, 39 ഡ്രിബ്ലിങ്ങുകളാണ് കിലിയൻ എംബാപ്പയ്ക്ക് സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞത്. വിനിയോ വലിയ ഡ്രിബ്ലിംഗ് വീരനാണല്ലോ വിനി. ആ വിനിക്ക് 32 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകളേ ഉള്ളൂ. അദ്ദേഹമാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒപ്പം ഹൈസം ഹസനുമുണ്ട് 32 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഓൺ അനദർ പ്ലാനറ്റ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.